ഹലോ എവരിവൺ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൻ്റെ കൺസെപ്റ്റ് ക്ലാസ്സസ് ത്രൂ PYQ എന്നുള്ള സീരീസിൻ്റെ പാർട്ട് 41 വീഡിയോ ആണ്. സോ ക്വസ്റ്റ്യൻ പേപ്പർ നമ്പർ 50/2022 ആണ്. ഏകദേശം 55 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. സോ അതിൻ്റെ ബാക്കി ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്താലോ? യെസ്, അപ്പോൾ പവർ സിസ്റ്റം തന്നെയാണ്, മെഷീൻസും പവർ സിസ്റ്റവുമാണ് ഈ ഒരു വീഡിയോയിൽ വരാൻ വേണ്ടി പോകുന്നത്. നമുക്ക് നോക്കാം കേട്ടോ ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ്, നമുക്കൊന്ന് നോക്കാം. സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ, ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിലവിൽ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൻ്റെ ഒരു വീഡിയോ സീരീസ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. ഓക്കെ, യെസ്. സോ വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ദി സ്റ്റാർട്ടിംഗ് കപ്പാസിറ്റർ ഓഫ് എ സിംഗിൾ ഫേസ് മോട്ടോർ ഈസ്. ഓക്കെ, ഒരു സിംഗിൾ ഫേസ് മോട്ടോറിൻ്റെ സ്റ്റാർട്ടിംഗ് കപ്പാസിറ്റർ ഏതാണ് അല്ലെ, ഏത് തരത്തിലുള്ളതാണെന്നുള്ളത്. സോ രണ്ട് തരത്തിൽ ഉണ്ടാവാം കപ്പാസിറ്റർ, സ്റ്റാർട്ടിംഗ് കപ്പാസിറ്റർ അതേപോലെ റണ്ണിങ് കപ്പാസിറ്റർ. മനസ്സിലാക്കുക, സ്റ്റാർട്ടിംഗ് കപ്പാസിറ്റർ എപ്പോഴും ഒരു ഷോർട്ട് ഡ്യൂട്ടി കപ്പാസിറ്റർ ആയിരിക്കും. ഓക്കെ, ഷോർട്ട് ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താ, ഒരു ചെറിയ സമയത്തേക്ക് മാത്രമേ നമ്മളത് ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളൂ അല്ലേ. സോ അത് നമ്മൾ ഷോർട്ട് ഡ്യൂട്ടി എന്നാണ് പറയുക. ദെൻ പെർമനൻ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്ന കപ്പാസിറ്റേഴ്സ് ആണെങ്കിലോ അതിന് നമ്മൾ എന്തായിരിക്കും പറയുക? യെസ്, അത് കണ്ടിന്യൂസ് ഡ്യൂട്ടി ആയിരിക്കും. ഓക്കെ, കണ്ടിന്യൂസ് ഡ്യൂട്ടി എന്ന് പറയുക, അല്ലെങ്കിൽ കണ്ടിന്യൂസ് റേറ്റഡ് എന്നൊക്കെ നമ്മൾ പറയും കേട്ടോ. സോ കണ്ടിന്യൂസ് ഡ്യൂട്ടി ആയിട്ടുള്ള കപ്പാസിറ്റർ ആയിരിക്കും. മനസ്സിലാക്കുക, നമ്മൾ സാധാരണയായിട്ട് ഷോർട്ട് ഡ്യൂട്ടി കപ്പാസിറ്റേഴ്സ് എപ്പോഴും റേറ്റിംഗ് കൂടിയ കപ്പാസിറ്റേഴ്സ് ആയിരിക്കും. അത് ഇലക്ട്രോലിറ്റിക് കപ്പാസിറ്റേഴ്സ് ആണ് നമ്മൾ സിംഗിൾ ഫേസ് മോട്ടോഴ്സിൽ കണക്ട് ചെയ്യുന്നത്. ദെൻ കണ്ടിന്യൂസ് ഡ്യൂട്ടിക്ക് പൊതുവെ റേറ്റിംഗ് കുറവായിരിക്കും. അത് നിങ്ങളുടെ നിമ്മി ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത് ഓയിൽ ഫിൽഡ് കപ്പാസിറ്റർ എന്നാണ് കേട്ടോ. സോ ഒന്ന് ഓർത്ത് വെക്കുക. സോ ഇലക്ട്രോലിറ്റിക് കപ്പാസിറ്റർ ആണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് കപ്പാസിറ്റർ ആയിട്ട് ഇൻഡക്ഷൻ മോട്ടോർ, സിംഗിൾ ഫേസ് മോട്ടോഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? യെസ്. സോ 56A ആണ് ഓപ്ഷൻ. നെക്സ്റ്റ് വൺ, ഇൻ സിലിണ്ട്രിക്കൽ റോട്ടർ ഡാഷ് പോർഷൻ ഓഫ് ദി റോട്ടർ ഈസ് വൗണ്ട്. നമുക്കറിയാം രണ്ട് ടൈപ്പ് ഓഫ് റോട്ടർ ഉണ്ട്, സിലിണ്ട്രിക്കൽ റോട്ടറും ഉണ്ട്, അതേപോലെ സാലിയൻ പോളും ഉണ്ട് അല്ലേ. സാലിയൻ പോളിന് പറയുന്ന വേറെ പേരാണ് പ്രൊജക്റ്റിംഗ് പോള്. അവിടെ പോൾസ് നമുക്കിങ്ങനെ വിസിബിൾ ആയിരിക്കും, നമുക്കിങ്ങനെ നേരിട്ട് അറിയാൻ വേണ്ടി പറ്റും പോൾസ് അല്ലേ. യെസ്, അത് പ്രൊജക്റ്റിംഗ് ആയിട്ട് പുറത്തേക്ക് ഉള്ള രീതിയിലായിരിക്കും. അതിൻ്റെ ഡയമീറ്റർ എപ്പോഴും വളരെ കൂടുതലായിരിക്കും, നമുക്ക് ഏകദേശം നോക്കിയിട്ട് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഡയമീറ്റർ കൂടുതലായിരിക്കും, ആക്സിയൽ ലെങ്ത് കുറവായിരിക്കും. ദെൻ സിലിണ്ട്രിക്കൽ റോട്ടറിൻ്റെ കേസിൽ അതിൻ്റെ ആക്സിയൽ ലെങ്ത് ആയിരിക്കും കൂടുതൽ, അതിൻ്റെ ഡയമീറ്റർ പൊതുവെ വളരെ കുറവായിരിക്കും. ഓക്കെ, നീളത്തിലായിരിക്കും ഉണ്ടാവുക അല്ലെ. നമ്മളൊരു പിക്ചറൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു എന്ന് തോന്നുന്നു. ഓക്കെ, സോ അതിൻ്റെ എത്ര പോർഷനിലാണ്, ഏകദേശം എത്ര പോർഷനിലാണ് റോട്ടർ വൗണ്ട് ചെയ്തിട്ടുണ്ടാവുക? അത് 2/3 ആണ് കേട്ടോ. അറൗണ്ട് 2/3 പോർഷൻ നമ്മൾ വൗണ്ട് ചെയ്തിട്ടുണ്ടാവും. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, സർക്കിൾ ഡയഗ്രത്തിനെ കുറിച്ചുള്ള ചോദ്യമാണ് കേട്ടോ. നെക്സ്റ്റ് വൺ, ഇൻ ദി സർക്കിൾ ഡയഗ്രം ഓഫ് എൻ ഇൻഡക്ഷൻ മോട്ടോർ ദി ഡയമീറ്റർ ഓഫ് സർക്കിൾ റെപ്രസെൻറ്റ്. ഒരു ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ സർക്കിൾ ഡയഗ്രം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡയമീറ്റർ നമ്മൾ എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? സാധാരണയായിട്ട് ടെക്നിക്കൽ പരീക്ഷകളിൽ സർക്കിൾ ഡയഗ്രം ചോദിക്കാറില്ല. എൻ്റെ ഓർമ്മയിൽ ഡിഗ്രി ലെവലിലോ അല്ലെങ്കിൽ ഡിപ്ലോമ ലെവലിലൊന്നും ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല കേട്ടോ. ഏകദേശം ഒരു 1-2 വർഷത്തെ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ ഇതുവരെ സർക്കിൾ ഡയഗ്രം കണ്ടിട്ടില്ല. അപ്പം നിങ്ങളെ സിലബസിലും ഉണ്ടാവാൻ ചാൻസ് ഇല്ല, പക്ഷേ ഇതൊരു മുൻപ് ചോദിച്ചൊരു ചോദ്യമാണ്. നിങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ JB ഗുപ്തൻ്റെ ടെക്സ്റ്റിലൊക്കെ നിങ്ങൾക്ക് സർക്കിൾ ഡയഗ്രം കാണാൻ വേണ്ടി പറ്റും. ദെൻ എനിക്ക് തോന്നുന്നു മേത്തയുടെ ഒക്കെ ടെക്സ്റ്റ് ബുക്കിൽ, മെഷീൻസിൻ്റെ ഒക്കെ ടെക്സ്റ്റ് ബുക്കിൽ ചിലപ്പോൾ ഉണ്ടാവും കേട്ടോ. നിമിയുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല ഏതായാലും. ഓക്കെ, സോ സർക്കിൾ ഡയഗ്രം നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഇൻഡക്ഷൻ മെഷീൻ്റെ ഒക്കെ ഈ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു മെഷീൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പെർഫോമൻസ് ഫാക്ടേഴ്സായ പവർ ഔട്ട്പുട്ട്, ലോസസ്, എഫിഷ്യൻസി, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സർക്കിൾ ഡയഗ്രം വഴി നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സോ എങ്ങനെയാണ് സർക്കിൾ ഡയഗ്രം വരക്കുക എന്നൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. നമുക്കിപ്പോൾ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു 15 മാർക്കിൻ്റെ ചോദ്യമൊക്കെ ആയിരുന്നു. പക്ഷേ നിങ്ങളിപ്പോൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, ഒരു സർക്കിൾ ഡയഗ്രത്തിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് റോട്ടർ കറണ്ട് ആയിരിക്കും കേട്ടോ. ഓക്കെ, റോട്ടർ കറണ്ട് ആയിരിക്കും സർക്കിൾ ഡയഗ്രത്തിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. അവിടെ ഇൻപുട്ട് ലൈന്, ഔട്ട്പുട്ട് ലൈന്, അതേപോലെ ടോർക്ക് ലൈന് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ദെൻ ടോർക്ക് ലൈന് എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചില കേസസിൽ ചോദിച്ചിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം റോട്ടർ കോപ്പർ ലോസിനെയും സ്റ്റേറ്റർ കോപ്പർ ലോസിനെയും ഡിവൈഡ് ചെയ്യുന്നത് ഈ ടോർക്ക് ലൈനാണ്. ഇതൊക്കെ അതർ PSCയിലും അതേപോലെ SSCയിലൊക്കെ പണ്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ നല്ലതാണ്. താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, ഫർദർ റീഡിങ്ങിന് JB ഗുപ്തയോ അല്ലെങ്കിൽ അതിൻ്റെ മേലെയുള്ള ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്കുകൾ വായിച്ചു കഴിഞ്ഞാൽ കൂടുതൽ നിങ്ങൾക്ക് നോളജ് കിട്ടും. ഓക്കെ,
യെസ്, സോ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, റോട്ടർ കറണ്ട് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് പോയാലോ. ഇൻ എൻ ഇൻഡക്ഷൻ മോട്ടോർ റോട്ടർ സ്ലോട്ട്സ് ആർ യൂഷ്വലി നോട്ട് ക്വൈറ്റ് പാരലൽ ടു ദി ഷാഫ്റ്റ് ബട്ട് ആർ ഗിവൺ എ സ്ലൈറ്റ് സ്ക്യൂ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് റോട്ടേഴ്സിൽ എന്ത് ചെയ്യാറുണ്ട്, റോട്ടർ സ്ലോട്ടുകൾ എപ്പോഴും ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കില്ല അല്ലേ, അവർ പാരലൽ ആയിട്ടായിരിക്കില്ല, അത് ചെറിയൊരു സ്ക്യൂ ഉണ്ടാവും, ഒരു ചെറിയൊരു ആംഗിൾ ഇങ്ങനെ ചെരിച്ചിട്ടായിരിക്കും ഉണ്ടാവുക അല്ലേ, സ്ക്യൂഡ് ആയിട്ടായിരിക്കും വെച്ചിട്ടുണ്ടാവുക. അതെന്തിനാണ് വെച്ചിട്ടുണ്ടാവുക, അതാണ് ചോദ്യം. എന്താണ് ആൻസർ? ടു റെഡ്യൂസ് ദി മാഗ്നറ്റിക് ഹമ്മിങ് നോയ്സ് അല്ലേ, കറക്റ്റാണ്. മാഗ്നറ്റിക് ഹമ്മിങ് കുറക്കും. ദെൻ റെഡ്യൂസ് ദി ലോക്കിംഗ് ടെൻഡൻസി ഓഫ് റോട്ടർ, അതും കറക്റ്റാണ് അല്ലേ. യെസ്, ലോക്കിംഗ് കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ റോട്ടറിൻ്റെ കോപ്പർ ബാർസ് വെക്കുന്ന സമയത്ത് സ്ക്യൂ ചെയ്തിട്ട് വെക്കാം. സോ ബോത്ത് എ ആൻഡ് ബി എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇൻക്രീസ് ദി സ്പീഡ് ഓഫ് ദി മോട്ടർ, അതൊന്നുമല്ല, ഇൻക്രീസ് ദി സ്പീഡ് അല്ല. ഓക്കെ, ഇത് രണ്ടുമാണ് നമ്മളെ ആൻസർ ആയിട്ട് വരിക. ദെൻ ഫോർ ആൻ ഇൻഡക്ഷൻ മോട്ടോർ സിങ്ക്രണസ് വാട്ടേജ് മീൻസ്. ഓക്കെ, സിങ്ക്രണസ് വാട്ടേജിനെ കുറിച്ച് നിങ്ങളുടെ നിമി ടെക്സ്റ്റ് ബുക്ക് ഒന്നും പരാമർശിക്കുന്നില്ല. പക്ഷേ സിങ്ക്രണസ് വാട്ടേജ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇൻഡക്ഷൻ മോട്ടോർ എടുത്തു കഴിഞ്ഞാൽ റോട്ടറിലേക്ക് വരുന്ന ഇൻപുട്ട് പവർ അല്ലേ. ഓക്കെ, റോട്ടറിലേക്ക് ഒരു ഇൻപുട്ട് പവർ ഉണ്ട്, റോട്ടർ ഇൻപുട്ട് പവർ. ഓക്കെ, അതിനാണ് നമ്മൾ സിങ്ക്രണസ് വാട്ടേജ് എന്ന് പറയാം കേട്ടോ, സിങ്ക്രണസ് വാട്ടേജ് എന്ന് പറയാം. നമുക്കറിയാം ഒരു ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ കേസിൽ അത് ഒരിക്കലും സിങ്ക്രണസ് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യില്ല അല്ലേ, ലെസ് ദാൻ സിങ്ക്രണസ് സ്പീഡിലാണ് റൊട്ടേറ്റ് ചെയ്യുക. സോ റോട്ടർ ഇൻപുട്ട് പവർ നമ്മൾ വാട്ട്സിൽ റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനാണ് നമ്മൾ സിങ്ക്രണസ് വാട്ടേജ് എന്ന് പറയാം കേട്ടോ. അതിൻ്റെ വേറൊരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്, നിലവിൽ നമ്മുടെ മെഷീൻ സിങ്ക്രണസ് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് 1 വാട്ട് ഓഫ് പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം ടോർക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ടോ ആ ടോർക്കിന് പറയുന്ന പേരാണ് സിങ്ക്രണസ് വാട്ടേജ്. ആ രീതിയിലും അതിന് ഡെഫിനിഷൻ പറയാറുണ്ട്. നിലവിൽ നിങ്ങളിങ്ങനെ അറിഞ്ഞിരുന്നാൽ മതി, റോട്ടർ ഇൻപുട്ട് പവർ ഇൻ വാട്ട്സ് ആണ് സിങ്ക്രണസ് വാട്ടേജ് കേട്ടോ, സിങ്ക്രണസ് വാട്ടേജ്. ഇവിടെ സ്റ്റാറ്റർ ഇൻപുട്ട് ഇൻ വാട്ടർ, റോട്ടർ ഔട്ട്പുട്ട് ഇൻ വാട്ടർ, റോട്ടർ ഇൻപുട്ട് ഇൻ വാട്ടർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്ലേസ് ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഇൻ ഇന്ത്യ? താഴെ പറയുന്നതിൽ ഏതാണ് ന്യൂക്ലിയർ പവർ പ്ലാന്റുമായിട്ട് ബന്ധപ്പെടാത്ത സ്ഥലം ഏതാണെന്നാണ്. നറോറ, താരാപൂർ, കോട്ട, ബാംഗ്ലൂർ. സോ നറാറയിലും താരാപൂറും കോട്ടയിലൊക്കെ ന്യൂക്ലിയർ പ്ലാന്റ് ഉണ്ട്, ബാംഗ്ലൂർ ന്യൂക്ലിയർ പ്ലാന്റ് ഇല്ല. നിങ്ങൾക്കൊന്ന് ആലോചിച്ചാലും മനസ്സിലാവും അല്ലേ, ബാംഗ്ലൂർ പോലെയുള്ളൊരു മെട്രോപൊളിറ്റൻ സിറ്റിയിൽ ഒരു ന്യൂക്ലിയർ പ്ലാന്റ് ഉണ്ടാവാനുള്ള സാധ്യത കുറവല്ലേ. യെസ്, സോ ബാംഗ്ലൂർ തന്നെയാണ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഇത് മുൻപും ചോദിച്ചിട്ടുണ്ട് കേട്ടോ, മുമ്പും ഇതേപോലെ ഒരു ITA പരീക്ഷയിൽ ഇത് ചോദിച്ചിട്ടുണ്ട്. സോ ഇത്തരം ചോദ്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരാം. ദെൻ നെക്സ്റ്റ്, എക്യുപ്മെൻറ്റ് യൂസ്ഡ് ഫോർ പൾവറൈസിങ് ദി കോൾ ഈസ് നോൺ ആസ്. നമ്മളിത് ഡിസ്കസ് ചെയ്തിട്ടൊന്നുമില്ല, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലും പറയുന്നൊന്നുമില്ല. സോ നമ്മൾ പൾവറൈസേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ, കോളിനെ ഡയറക്റ്റായിട്ട് നമ്മൾ ബേൺ ചെയ്യുന്നതിന് പകരം അതിനെ പൊടിച്ച് പൗഡേർഡ് ഫോമിലേക്ക് മാറ്റും, അതിനാണ് പൾവറൈസേഷൻ എന്ന് പറയാം. ദെൻ ബർണർ ഒന്നും ആയിരിക്കില്ല അല്ലേ, അതൊന്നും എന്തായാലും അല്ല. ഹോപ്പർ, സ്റ്റോക്കർ അതൊന്നും നമ്മൾ കേട്ടിട്ടില്ല. ബോൾ മില്ല് എന്നുള്ളതാണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കേട്ടോ. ബോൾ മില്ലാണ് നമ്മൾ പൾവറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കോളിനെ പൾവറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, ദി ലാർജസ്റ്റ് സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ഇൻ ഇന്ത്യ ഈസ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത് ഏത് വഴിയാണ്? ടൈഡൽ, ഹൈഡ്രോ ഇലക്ട്രിക്, ന്യൂക്ലിയർ, തെർമൽ. സോ ആൻസർ തെർമൽ തന്നെയാണ്. നിങ്ങൾക്കറിയാം അറൗണ്ട് ഒരു 60% എബോവ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് തെർമൽ പവർ പ്ലാന്റിനെയാണ്. കേരളത്തിൽ മനസ്സിലാക്കുക, ഇതിൻ്റെ കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിലവിൽ കേരളത്തിൽ ഏകദേശം ആവറേജ് ഡിമാൻഡ് വരുന്നത് 5000 മെഗാവാട്ടാണ് കേട്ടോ. 5000 മെഗാവാട്ടോളമാണ് നിലവിൽ കേരളത്തിൽ ആവറേജ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ദെൻ 100 ദശലക്ഷം യൂണിറ്റാണ് കേരളത്തിൽ ഒരു ദിവസം ആവശ്യമായിട്ട് വരുന്നത് കേട്ടോ. 100 ദശലക്ഷം യൂണിറ്റ്, അതായത് 100 മില്യൺ അല്ലേ, 100 × 10⁶. അത്രയായി, ഏകദേശം 10 കോടി യൂണിറ്റായി അല്ലേ, 10 കോടി യൂണിറ്റായി. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൽ 30% മാത്രമേ കേരളത്തിൽ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഇപ്പം 100 ദശലക്ഷം യൂണിറ്റ് വേണ്ടി വരുന്ന സമയത്ത് ഏകദേശം 30 ദശലക്ഷം മാത്രമേ കേരളത്തിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കി 70 മില്യൺ യൂണിറ്റ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുകയോ
മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങുകയോ അല്ലെങ്കിൽ സെൻട്രൽ വിഹിതത്തിൽ നിന്ന് വാങ്ങുകയോ അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനികളിൽ നിന്ന് വാങ്ങുകയോ ചെയ്യുകയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ചില സന്ദർഭങ്ങളിൽ ഇപ്പോഴും നമ്മൾ സർചാർജൊക്കെ കൊടുക്കുന്ന ഓർമ്മയില്ലേ? നമ്മുടെ വൈദ്യുതി ബില്ല് നിങ്ങൾ സർചാർജ് കണ്ടിട്ടുണ്ടാവല്ലേ? അതെന്തുകൊണ്ടാണ്? യെസ്, ഈ പീക്ക് ടൈമിൽ നമ്മൾ വൈദ്യുതി വാങ്ങുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ കേന്ദ്ര വിഹിതത്തിൽ നിന്നോ ആണ്. അത് മിക്കവാറും ഉൽപ്പാദിപ്പിക്കുന്നത് ഇതേപോലെയുള്ള തെർമൽ പവർ പ്ലാന്റുകളിൽ നിന്നാണ്. സോ തെർമൽ പവർ പ്ലാന്റ് റൺ ചെയ്യണമെങ്കിൽ ഫ്യൂല് വേണമല്ലോ, കോള് അല്ലെങ്കിൽ നാഫ്ത തുടങ്ങിയ ഫ്യൂല് വേണം. സോ അതിൻ്റെ വില വ്യത്യാസം എന്ത് ചെയ്യും? നമ്മൾ വാങ്ങുന്ന പവറിൻ്റെ വിലയെയും ബാധിക്കും അല്ലേ? സോ അതിന് വില കൂടുന്ന സമയത്ത് നമ്മൾ വലിയ വില കൊടുത്തിട്ട് പീക്ക് ടൈമിലൊക്കെ വാങ്ങേണ്ടി വരും. പീക്ക് ടൈമിൽ നമ്മൾ പവർ വാങ്ങേണ്ടി വരും. സോ അതാണ് ഈ പറയുന്ന സർചാർജിന് കാരണമാവുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. സോ തെർമൽ പവർ പ്ലാന്റ് ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, ഇൻ ഫ്രാൻസിസ് ടർബൈൻ റണ്ണർ ദി നമ്പർ ഓഫ് ബ്ലേഡ് ഈസ് യൂഷ്വലി ഓഫ് ദി ഓർഡർ ഓഫ് 3 to 6, 8 to 10, 16 to 24, 30 to 48, 42. സോ സാധാരണയായിട്ട് കൊടുത്തിട്ടുള്ള ആൻസർ 16 to 24 ആണ് കേട്ടോ. ഫ്രാൻസിസ് ടർബൈൻ്റെ കേസിൽ നമ്പർ ഓഫ് ബ്ലേഡ് 16 to 24 ആണ് കേട്ടോ. 16 to 24 ആണ്. ദെൻ ഈ 3 to 6 ഇത് നമുക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് കപ്ലാൻ്റെ കേസിലാണ് കേട്ടോ. കപ്ലാൻ്റെ കേസിൽ ചില കേസസിൽ 3 to 8 എന്നൊക്കെ കൊടുക്കാറുണ്ട്. സോ അതുകൂടി ഒന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഈ 3 to 8 എന്തിനാണ്? കപ്ലാന് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ്, വാട്ടർ ഹാമർ ഒക്കേഴ്സ് ഇൻ. നമ്മൾ പഠിച്ചതാണ്. വാട്ടർ ഹാമറിങ് എഫക്റ്റ് എവിടെയാണ് സംഭവിക്കുന്നത്? സർജ് ടാങ്കിൽ, പെൻ സ്റ്റോക്കിൽ, ടർബൈൻ കേസിങ്ങിൽ, ഡ്രാഫ്റ്റ് ട്യൂബിൽ. എവിടെയാണ്? പെൻ സ്റ്റോക്കിലാണ് അല്ലേ? പെൻ സ്റ്റോക്കിലാണ് വാട്ടർ ഹാമറിങ് എഫക്റ്റ് സംഭവിക്കുന്നത്. ദെൻ സർജ് ടാങ്ക് ഓപ്ഷൻ എയിൽ കൊടുത്തിട്ടുണ്ടോ? അതെന്തിനാണ്? നമ്മളെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സർജ് ടാങ്ക് നമ്മൾ വാട്ടർ ഹാമറിങ് എഫക്റ്റ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വെക്കുന്ന ഒരു ഉപാധിയാണ് അല്ലേ? യെസ്. സോ അത്തരം കാര്യങ്ങൾ ഓർത്ത് വെക്കുക. നെക്സ്റ്റ് വൺ, ദി മോഡേൺ സ്റ്റീം ടർബൈൻസ് ആർ. നമ്മൾ മോഡേൺ സ്റ്റീം ടർബൈൻസ് ഏത് വിധത്തിലുള്ളതാണ്? ഇമ്പൾസ് ടർബൈൻ, റിയാക്ഷൻ ടർബൈൻ, ഇമ്പൾസ് റിയാക്ഷൻ ടർബൈൻ, നൺ ഓഫ് ദി അബോവ്. സോ സാധാരണയായിട്ട് നമുക്ക് സ്റ്റീം ടർബൈൻസ്, മോഡേൺ സ്റ്റീം ടർബൈൻസ് ഏതൊക്കെ രീതിയിൽ വരാം? നമ്മൾ ഇമ്പൾസും റിയാക്ഷനും പഠിച്ചിട്ടുണ്ട്. ദെൻ മോഡേൺ സ്റ്റീം ടർബൈൻസ് ഇമ്പൾസ് റിയാക്ഷൻ ടർബൈൻ്റെ ഒരു കോമ്പിനേഷൻ ആണെന്ന് മനസ്സിലാക്കുക കേട്ടോ. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് പോയാലോ? യൂഷ്വലി ദി ജനറേറ്റഡ് വോൾട്ടേജ് ഇൻ ജനറേറ്റിംഗ് സ്റ്റേഷൻ ഈസ്. വളരെ ഈസിയാണ്. 11 kV നമ്മൾ ജനറേറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഹൈ വോൾട്ടേജിൽ സ്റ്റെപ്പ് അപ്പ് ചെയ്യും. അത് പ്രൈമറി ട്രാൻസ്മിഷൻ, ദെൻ സെക്കൻഡറി ട്രാൻസ്മിഷൻ, ദെൻ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ബൾക്ക് കൺസ്യൂമേഴ്സിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ നമ്മുടെ 415 വോൾട്ടും 240 വോൾട്ടും അല്ലേ? സോ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് വൺ, ദി മോസ്റ്റ് എക്കണോമിക്കൽ പവർ ഫാക്ടർ ഫോർ എ കൺസ്യൂമർ ഈസ്. ഓക്കെ, ഒരു കൺസ്യൂമറിനെ സംബന്ധിച്ചിടത്തോളം മോസ്റ്റ് എക്കണോമിക്കൽ പവർ ഫാക്ടർ ഏതാണ്? 0.9 ലാഗിങ്, 0.9 ലീഡിങ്, 0.5 ലാഗിങ്, 0.5 ലീഡിങ്. സോ എന്തായാലും 0.5 ലീഡിങ്ങും 0.5 ലാഗിങ്ങും അല്ല. അത് വളരെ ചെറിയ പവർ ഫാക്ടറാണ്. സോ ഒരു കൺസ്യൂമറെ സംബന്ധിച്ചിടത്തോളം അയാൾ ചിലപ്പം പെനാൽറ്റി കൊടുക്കേണ്ടി വരും അല്ലേ? ഇനി 0.9 ലാഗിങ് ഉണ്ട്, 0.9 ലീഡിങ് ഉണ്ട്. സോ 0.9 ലാഗിങ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കാരണം ഓൾവേസ് സാധാരണ രീതിയിൽ ലാഗിങ് ആയിരിക്കും പവർ ഫാക്ടർ ഉണ്ടാവുക. യൂണിറ്റി പവർ ഫാക്ടർ ഒന്നും നമുക്ക് ഒരിക്കലും സാധ്യമായിട്ടുള്ള കാര്യമല്ല. ഒരു കൺസ്യൂമറിൻ്റെ പവർ ഫാക്ടർ എപ്പോഴും ഒരു ലാഗിങ് ആയിട്ടുള്ള ലോഡ് ആയതുകൊണ്ട് തന്നെ ലാഗിങ് ആയിരിക്കും. സോ ചിലപ്പോഴൊക്കെ 0.8 0.7 ഒക്കെ ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മളതിനെ ഇംപ്രൂവ് ചെയ്തിട്ട് നിയർ ടു 1 കൊണ്ടുവരും. സോ 0.9 ലാഗിങ്ങിലേക്ക് വെക്കുന്നതാണ് എപ്പോഴും എക്കണോമിക്കൽ. യൂണിറ്റിയിലേക്ക് എത്തിക്കണമെന്നില്ല. ദെൻ 0.9 ലീഡിങ് അത് എക്കണോമിക്കലാണോ? അല്ല. 0.9 ലാഗിങ് കഴിഞ്ഞ് യൂണിറ്റി പവർ ഫാക്ടറും കഴിഞ്ഞ് എന്നിട്ട് വേണം അതിനെ ലീഡിങ്ങിലേക്ക് കൊണ്ടുവരാൻ അല്ലേ? സോ അത് എക്കണോമിക്കൽ അല്ല എന്ന് മനസ്സിലാക്കുക. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. കാരണം പവർ ഫാക്ടർ ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ട് അതിനെ ലീഡിങ്ങിലേക്ക് കൊണ്ടുവരുന്ന പരിപാടിയൊന്നും ആരും ചെയ്യില്ല. പരമാവധി യൂണിറ്റിലേക്ക് കൊണ്ടുവരും. സോ 0.9 ലാഗിങ്ങിലേക്ക് ആയിരിക്കും ഉണ്ടാവുക എന്ന് മനസ്സിലാക്കുക. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ, ദി ലോഡ് ഫാക്ടർ ഓഫ് എ പവർ സ്റ്റേഷൻ ഈസ് ജനറലി. ഒരു പവർ സ്റ്റേഷൻ്റെ ലോഡ് ഫാക്ടർ സാധാരണയായിട്ട് എങ്ങനെയാണ് ഉണ്ടാവുക? ഈക്വൽ ടു യൂണിറ്റി, ലെസ് ദാൻ യൂണിറ്റി, മോർ ദാൻ യൂണിറ്റി, ഈക്വൽ ടു 0,
ഡൈവേഴ്സിറ്റി ഫാക്ടർ ഓൾവേസ്. എന്തായാലും മോർ ദാൻ യൂണിറ്റി അല്ല എന്ന് നിങ്ങൾക്കറിയാം. നെക്സ്റ്റ് ഈക്വൽ ടു യൂണിറ്റി. ഒരു പവർ സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം യൂണിറ്റി ആയിട്ടുള്ള ലോഡ് ഫാക്ടർ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഉണ്ടാവണമെങ്കിൽ എന്ത് സംഭവിക്കണം? ആവറേജ് ലോഡ് ഈസ് ഈക്വൽ ടു മാക്സിമം ഡിമാൻഡ് ആണല്ലേ. അതായത് ആ പവർ പ്ലാന്റ് എപ്പോഴും ഒരേ ഡിമാൻഡിൽ ഓടിക്കൊണ്ടിരിക്കണം. അത് പോസിബിൾ ആണോ? അല്ല. ഇവിടെ ജനറലി എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. സോ ഈക്വൽ ടു യൂണിറ്റിയും പോസിബിൾ അല്ല. ദെൻ ഈക്വൽ ടു സീറോ ഡൈവേഴ്സിറ്റി ഫാക്ടർ ഓൾവേസ്. അത് എന്താണ് ഓപ്ഷൻ ഉദ്ദേശിച്ചത് മനസ്സിലായില്ല. ഈക്വൽ ടു സീറോ എന്നായിരിക്കും മിക്കവാറും അവർ പറഞ്ഞിട്ടുണ്ടാവുക. ഈക്വൽ ടു സീറോ ഡൈവേഴ്സിറ്റി ഫാക്ടർ ഓൾവേസ്. സോ എന്താണ് ആൻസർ? എന്താണ്? ലെസ് ദാൻ യൂണിറ്റി അല്ലേ. ലെസ് ദാൻ യൂണിറ്റി എന്നുള്ള ആൻസർ ഉണ്ട്. അതുകൊണ്ട് കൂടുതൽ ചിന്തിച്ചു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. യെസ്, നമ്മളതിൻ്റെ ലോഡ് കർവൊക്കെ പഠിച്ചതാണ്. ഇപ്പം കൂടുതൽ നമുക്കറിയാവുന്ന കാര്യമാണ്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, ഇൻ തെർമൽ പവർ പ്ലാന്റ് ടർബൈൻ ഈസ് പ്ലേസ്ഡ്. ഒരു തെർമൽ പവർ പ്ലാന്റിലെ ടർബൈൻ എവിടെ വെച്ചിട്ടുണ്ടാവും അല്ലേ? ബിഫോർ ബോയിലർ. ബോയിലറിന് മുന്നേ വെച്ചിട്ടുണ്ടാവുമോ? ഇല്ല. ബോയിലറിൽ വെള്ളം ചൂടാക്കി സ്റ്റീമാക്കിയിട്ട് വേണ്ടേ ടർബൈനിലേക്ക് പതിപ്പിക്കാൻ? സോ ബിഫോർ ബോയിലർ അല്ല. ആഫ്റ്റർ ജനറേറ്റർ. ജനറേറ്ററിന് ശേഷം നിങ്ങൾ എവിടെയെങ്കിലും ടർബൈൻ കണ്ടിട്ടുണ്ടോ? അല്ല. നമ്മുടെ ആൻസർ ഇവിടെ തന്നെ ഉണ്ട് അല്ലേ. ഇൻ ബിറ്റ്വീൻ ബോയിലർ ആൻഡ് ജനറേറ്റർ. സോ ബോയിലറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? തെർമൽ പവർ പ്ലാന്റ് ആണെങ്കിൽ വെള്ളം ചൂടാക്കി സ്റ്റീമാക്കി എന്നിട്ട് ടർബൈൻ ബ്ലേഡുകളിൽ പതിപ്പിക്കുന്നു. എന്നിട്ട് ടർബൈനുമായിട്ട് കപ്പിൾ ചെയ്തിട്ടുള്ള ജനറേറ്റർ റൺ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇൻ ബിറ്റ്വീൻ ബോയിലർ ആൻഡ് ജനറേറ്റർ. ഓക്കെ അല്ലേ? യെസ്. സോ 15 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അങ്ങനെ 70ഓളം ചോദ്യങ്ങൾ നമ്മൾ ടോട്ടലായിട്ട് ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ചോദ്യം? കുറച്ച് ഔട്ട് ഓഫ് സിലബസ് പോലത്തെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. സോ എക്സ്പെക്റ്റ് ചെയ്യാം. നമുക്കങ്ങനെ സിലബസിൽ നിന്ന് മാത്രമേ ചോദിക്കാൻ വേണ്ടി പാടുള്ളൂ എന്നൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. നമ്മുടെ സിലബസിൻ്റെ ഏറ്റവും താഴെ പറയുന്നുണ്ട്. നിലവിൽ സിലബസ് ഇതൊക്കെ ആണെങ്കിലും നമ്മുടെ എക്സാമുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസിൽ നിന്നും നമുക്ക് ചോദ്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിലൊരു റെഡ് കളറിൽ എഴുതിയിട്ട് കാണാം അല്ലേ. യെസ്, പരീക്ഷയുടെ പ്രാധാന്യമനുസരിച്ചുള്ള ആ പോസ്റ്റിൻ്റെ പ്രാധാന്യമനുസരിച്ച് ചിലപ്പോൾ മറ്റ് ഭാഗങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടാവാം അല്ലേ. സോ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ തീരുമാനമാണ് ഏത് രീതിയിൽ പഠിക്കണം, ഏതൊക്കെ എക്സ്ട്രാ പഠിക്കണം എന്നൊക്കെയുള്ള തീരുമാനം നിങ്ങളുടേതാണ്. അത് എത്രത്തോളം നിങ്ങൾക്ക് കൂടുതലായിട്ട് പഠിക്കുന്നു, കൂടുതലായിട്ടുള്ള റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ നന്നായിട്ട് പഠിക്കുക. പ്രിപ്പറേഷൻ കുറച്ചും കൂടി സ്പീഡപ്പ് ആക്കുക. കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്